മഹാഗുരു ശരണം. ഓം അരുണാചലേശ്വരായ നമ പാർവതീപതയെ ഹര ഹര മഹാദേവ്. എല്ലാവർക്കും നമസ്കാരം. ഗിരിവലപ്പാത ഇങ്ങനെയാണ്. നമ്മൾ വന്നത് ഈശാനലിംഗം കഴിഞ്ഞ് ആ ഹൈമാസ് ലൈറ്റ് കാണുന്ന കണ്ട അവിടെ നിന്നാണ് റൈറ്റ് ടേൺ എടുത്തത് കേട്ടോ. അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഗിരിവലപ്പാത ഇവിടെ കട്ട് ചെയ്യുകയാണ്. ഇവിടെ ബസ് റൂട്ടാണ്. നമ്മൾ ആ ഗിരിവലപ്പാതയിൽ കൂടി നടന്നു വന്ന ബസ് റൂട്ടാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഒരു ഡൈവേർഷൻ എടുത്ത് നമ്മൾ ഈശാനലിംഗത്തിലേക്ക് പോകാൻ. കണ്ടോ, പെൺകുട്ടി ഓടിക്കുന്നു. ഗിരിവലപ്പാതയാണ്. ഗിരിവലപ്പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. മെയിൻ റോഡ് സൈഡുമാണ് കേട്ടോ. പഞ്ചയപ്പ സിൽക്സ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. സൺ റെസിഡൻസി AC റൂംസ് കാണുന്നുണ്ട്. ആകാശ് ഹോട്ടൽസ് കാണുന്നുണ്ട്. ഇവിടെ ഒരു എന്താ വെച്ചാൽ രാത്രിയാണെങ്കിലും ഹോട്ടലിൽ ഈച്ചശല്യം ഭയങ്കരമാണ്. ഇന്നലെ പോയിട്ട് അഭിരാമി ഹോട്ടലിലാണെങ്കിലും ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. നേരത്തെ കണ്ടത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടത്. ഇത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. ആകാശ് കോഫി ഷോപ്പ് എന്ന് പറഞ്ഞ് കാണാം. എന്താ മൊബൈലും ചെവിയിൽ വെച്ച് ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കും. ബസ് വരുന്നുണ്ട്. തിരുവണ്ണാമലൈ അരുണാചലം എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. എങ്ങോട്ട് പോകുന്നതെന്ന് എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലല്ല, ക്ഷമിക്കണം. 2:15 സമയം 9 മണിയോടടുക്കുന്നു. അപ്പോൾ തിരുവല്ലപ്പാതയിൽ ക്ഷേത്രത്തിനോടടുത്തുള്ള ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീ ശ്രീനിവാസൻ ദിവ്യ ദമ്പതികൾ മുന്നിൽ പോയെന്ന് തോന്നുന്നു. എൻ്റെ വൈഫ് ശ്രീ ഗായത്രിജി, ശ്രീ നാരായൺ അവർ പുറകിൽ ഈശാനലിംഗത്തിൽ കയറിയിട്ടുണ്ടാകും. ഉണ്ടോ, ചിലർ സോക്സ് ഇട്ടിട്ടുണ്ട്, ചിലരൊന്നുമില്ല. നഗ്നപാതരായിട്ടാണ് നടക്കുന്നത്, കുട്ടികൾ ഉൾപ്പെടെ. ഭക്തി അതുപോലെയാണ് ഈ തമിഴ്നാടിലൊക്കെ. തമിഴ്നാട്, ആന്ധ്ര ഈ നമ്മുടെ മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചെരുപ്പിടുകയില്ല, എത്ര ചൂടാണെങ്കിലും. അത് ഭയങ്കര വിശ്വാസമാണ്. കർണാടകത്തിലൊക്കെ കണ്ടിരിക്കണം, അവർ വീടിൻ്റെ അകത്ത് കയറുകയില്ല, മുറ്റത്ത് പോലും കയറുകയില്ല. അവർ വേറൊരു കുടില് കെട്ടിയാണ് താമസിക്കുന്നത്, സ്വാമിമാരൊക്കെ കൂടി. അങ്ങനെ പല വിശ്വാസ സംഹിതകളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. 3 മിനിറ്റ് നമ്മൾ ഗിരിവലപ്പാതയിലൂടെ മുന്നോട്ട് പോകുന്നു. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. ഒരു നിശ്ചയമില്ലൊന്നിനും വരുമോരോരോ ദശ വന്ന പോലെ പോകുന്ന ആരാണ്ടോ പറഞ്ഞു. ഇതിങ്ങനെയൊക്കെ തന്നെ, വരുമോരോ ദശയല്ല, വരുമോരോരോ സംഭവങ്ങൾ വന്ന പോലെ പോകും. സൈഡിലൊക്കെ കടകളൊക്കെയാണ്. അതിൽ വളരെയധികം നോൺ ഉണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ പോലും അത് ഉപയോഗിക്കാനുള്ള ആ ഒരു ഉത്സാഹം കാട്ടുന്നു. നമ്മൾ എന്താ പറയണ്ടേ, ഞാൻ പറയണില്ല. ഈശ്വരോ രക്ഷതു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഹാരം കൊണ്ടും നമ്മളൊക്കെ ചിലപ്പോൾ കാർമ്മികം ഉണ്ടാക്കും, ആഹാര രീതികൾ കൊണ്ട്. അപ്പോൾ ചോദിക്കും, മാംസം കഴിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും കഴിക്കാം, ഹിംസ നടത്താൻ പാടില്ല. സ്വാമി രാമയുടെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് യോഗീശ്വരനെ കണ്ടപ്പോഴത്തേക്കും അവിടെ ജലാശയത്തിൽ അടിഞ്ഞ മൃതദേഹത്തിൽ നിന്ന് മാംസം കൊണ്ടുവരാൻ പറഞ്ഞ് അത് പാത്രത്തിലിട്ട് വേവിച്ചിട്ട് അത് കഴിപ്പിച്ച അനുഭവം പറയുന്നുണ്ട്. പക്ഷേ അത് അവർ കഴിക്കുമ്പോൾ വളരെ സ്വാദുള്ള മധുരപലഹാരമായി. അങ്ങനെ ആറ്റം തലത്തിൽ, അതിൻ്റെ ബേസിക് തലത്തിൽ മാറ്റങ്ങൾ നടത്താൻ കഴിവുള്ള യോഗീശ്വരന്മാരുണ്ടായിരുന്നു.
അല്ലെങ്കിൽ ഒരു മൃഗത്തെ ഇത് ചെയ്യാം. പണ്ട് പറയുന്നുണ്ട് യാഗത്തിൽ പശുവിനെ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നിനെയും ബോധപൂർവം കൊല്ലുകയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം ഹിംസ പാടില്ല, അത് നിർബന്ധമാണ്. പക്ഷേ അതറിയാണ്ട് ചില മർമ്മത്ത് ഇത് ചെയ്തിട്ട് അതിൻ്റെ ജീവൻ എടുത്തിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഗുരുക്കന്മാർ പറഞ്ഞു തന്നുള്ള അറിവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യണം. വാഹനങ്ങൾ ചറപറ ഇത് ചെയ്യാണ്. ക്രോസ് ചെയ്യാൻ നോക്കാം. ഇരുവലപ്പാതയിൽ ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇരുവലപ്പാതയിൽ നമ്മൾ ലക്ഷ്മി ആണ് ഗിരിവലപ്പാത. ഇവിടെ നമ്മൾ നടക്കുമ്പോൾ വടവീതി സുബ്രഹ്മണ്യ സ്വാമി ആരോ ഇന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നീതുവാണോന്ന് തോന്നുന്നു. വടവീതി സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിലാണ്. എനിക്ക് കുറേശ്ശൊക്കെ ഞാൻ തമിഴ് വായിക്കാം. നീതു വായിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കമൻ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു നീതു. ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഇപ്പോൾ 6 മിനിറ്റ് ആകുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണിത്. ഗിരിവലപ്പാതയിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നടക്കാൻ കാണും. ആ ശരിക്ക് 14 കിലോമീറ്ററാണ് നടപ്പെങ്കിലും ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്ദ്രലിംഗം കഴിഞ്ഞിട്ട് അഗ്നിലിംഗത്തിലേക്കൊരു ചില ബൈപ്പാസ് ഇപ്പം ഇത് നടക്കുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് കുറച്ച് കൂടുതലുണ്ടാകും. ഇന്നലെ നമ്മുടെ ശ്രീനിവാസൻ നോക്കിയപ്പോഴത്തേക്കും 18 കിലോമീറ്റർ. അവർ ഇന്നലെ ഗിരിവലം പൂർണ്ണമായിട്ട് ഫുള്ള് ചെയ്തായിരുന്നു, ഇന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 18 കിലോമീറ്ററാണ് അതിൽ കാണിച്ചത്. അദ്ദേഹം ഒരു ആപ്പ് വെച്ച് നടന്നത് 18 കിലോമീറ്ററാണ് നടന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതായി 14 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഗിരിവലം ചെയ്ത് വരുമ്പോൾ 18 കിലോമീറ്ററോളം വരുമെന്ന് മനസ്സിലായി. ഇപ്പോൾ 7 മിനിറ്റ് ആകുന്നു. ഞാനിപ്പോൾ ഇത് മാവട്ട വന ആലുവലകം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു ഓൾ. വിഷ് യു ആൾ ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി. വിഷസ് ഫ്രം തിരുവണ്ണാമല. സങ്കല്പം ഫ്രം തിരുവണ്ണാമല ഗിരിവീതി.